അസ്സലാമലൈക്കും. അപ്പോൾ നോക്കി മക്കളെ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, താത്ത നിങ്ങൾ ഡ്രൈവിങ് പഠിച്ചത് എങ്ങനെയാ വെച്ചാൽ ഒന്ന് ഞങ്ങൾക്കും പറഞ്ഞു തരുകൊണ്ടു, നിങ്ങളെ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോസ് ഒന്ന് ചെയ്യുകൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനത്തോൽക്കാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ മാപ്പിള പോണതിന് മുമ്പ് ഒരു ഇന്നോവ വാങ്ങിയിട്ടിരുന്നു വീട്ടിൽ. ആ ഇന്നോവ ഡെയിലി എടുത്തിട്ട് മുറ്റത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ചൂടാക്കിയിടണം എന്നുള്ളതിന് എന്നോട് പറഞ്ഞിന്. അപ്പോൾ കേടന്നിന് വേണ്ടിയിട്ടൊന്ന് ചൂടാക്കിയിടണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് പിന്നെ വണ്ടി അവിടെ ഇട്ടീന്. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടിക്കൊരു ചാട്ടം. സ്റ്റാർട്ട് ചെയ്തോടുകൂടെ അപ്പോൾ ആ കൊടുന്ന് നിർത്തിയ ആൾ ഗിയറിലാണ് കൊടുന്ന് നിർത്തിക്കണം. ഞാനത് എനിക്കറിയില്ലല്ലോ. ഞാൻ എന്നും പോയി മുറ്റടിച്ചാൽ നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ അവിടെ കിടന്നിട്ട് പിന്നെ മുറ്റടി കഴിഞ്ഞിട്ട് ഓഫാക്കിങ്ങാണ്ട് ഉള്ളിലേക്ക് വരും. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ വണ്ടി ഞാനാണ് സ്റ്റാർട്ട് ചെയ്തോടുകൂടെ വണ്ടിയാണ് ചാടി. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഓടിയത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ, ഇതൊന്ന് ഓഫാക്കാനും ഇത് ഇളകിക്കഴിഞ്ഞാൽ നിർത്താനും കൂടി പഠിച്ചണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് മൂപ്പര് പോയപ്പോൾ പഠിപ്പിച്ചു തന്നതിന് എത്രേ ഉള്ളൂ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അതേമാതിരി ആക്സിലേറ്റർ ഒന്ന് കൊടുക്കണതും അത് വണ്ടി പാർക്ക് ചെയ്ത് കണ്ട് കിടക്കുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വണ്ടി ഇളകൊന്നുമില്ലല്ലോ. പക്ഷേ ഒരാൾ കൊടുന്ന് നിർത്തിയത് ഗിയറിലേനു. അതോടുകൂടെ ഞാൻ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തോടുകൂടെ അങ്ങനെ ചാടിയോടുകൂടെ ഞാൻ പേടിച്ച് വേഗം ഓഫാക്കി. അന്ന് തന്നെ ഞാൻ വേഗം ഡ്രൈവിംഗ് സ്കൂൾക്ക് വിളിച്ചു. ഡ്രൈവിംഗ് സ്കൂളിൽ ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറെ ഭയങ്കര പേടിയാണ് എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചണം, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ടീച്ചർക്ക് അവിടെ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയതാണ് ഞങ്ങളുടെ നാട്ടിൽ കാപ്പ്, അതിൽ കൈരളി ഡ്രൈവിംഗ് സ്കൂൾ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയത്. ടീച്ചർ പറഞ്ഞു, ഇതൊന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇജൊന്ന് വാവ്, ബാക്കി ഞാൻ ശരിയാക്കി തരാറ്. അങ്ങനെ ഞാൻ മനസ്സോടെ പോയി. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഡ്രൈവിംഗ് അടിച്ചാൽ പോകണം, എന്തെങ്കിലും അഭിപ്രായം എന്ന് പറഞ്ഞു. എപ്പോഴോ പഠിച്ചണമെങ്കിൽ പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, കണ്ണ് ടെസ്റ്റ് എടുത്തു, ലേണിങ് കഴിഞ്ഞു, ഡ്രൈവിങ്ങിന് പോയി. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങും ഗിയറും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ദിവസം തന്നെ ഞാൻ വീട്ടിൽ വന്ന് നമ്മൾ പഠിച്ചത് ഓതുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതേപോലെ ഞാൻ അന്ന് നമുക്ക് എന്താണ് അവിടെ കാണിച്ചു തന്നത് അത് ഞാൻ വീട്ടിൽ വന്നിട്ടും ചെയ്തു. അതേപോലെ തന്നെ ഡെയിലി രാവിലെയും വൈകുന്നേരം ഞാൻ വണ്ടി കയറിയിരിക്കും. വണ്ടി കയറിയിരുന്നിട്ട് ക്ലച്ചും ബ്രേക്കും ഫുള്ള് ചവിട്ടി പിടിച്ചും, അതേപോലെ വണ്ടി ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തും. എന്നിട്ട് ഫസ്റ്റ് ഇടും, സെക്കൻഡ് ഇടും, തേർഡ് ഇടും, ഗിയർ അങ്ങനെ മാറ്റി നോക്കും. ക്ലച്ചും ബ്രേക്കും ശരിക്ക് ചവിട്ടിയെടുക്കും കേട്ടോ. കാരണം ക്ലച്ച് ഫുള്ള് ചവിട്ടാതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കേടാണ്. അപ്പോൾ ആരും ഒരിക്കലും അങ്ങനെ അനുകരിക്കരുത്. ക്ലച്ച് ഫുള്ള് ചവിട്ടണം, അല്ലാതെ ഗിയർ ഇളക്കാൻ നിൽക്കരുത്. ഞാൻ അങ്ങനെ ഗിയർ ഇട്ടുങ്ങാണ്ട് വീട്ടിൽ തന്നെ ആ ഒരു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുങ്ങാണ്ട് ഡെയിലി രാവിലെയും വൈകുന്നേരം ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും നമുക്ക് എച്ചിടലൊന്നും തുടത്തിയിട്ടില്ല, അങ്ങനെ ആയിട്ടുള്ളൂ ഉണ്ടായിന്. കുറച്ച് ദിവസം കഴിഞ്ഞു, നമുക്ക് വണ്ടീൻ്റെ സ്റ്റിയറിങ് ലെവലായി കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നമുക്ക് എച്ചിടൽ തുടങ്ങുക. ഡ്രൈവിംഗ് സ്കൂളിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ എച്ചിട്ട് തുടങ്ങിയപ്പോൾ എച്ചിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് വണ്ടീൻ്റെ പേടി ഇതൊക്കെ ഇങ്ങനെ ഡെയിലി വണ്ടി കയറിയിരിക്കുമ്പോൾ നമുക്ക് വണ്ടീൻ്റെ പേടി മാറുന്നുണ്ട്. പിന്നെ വണ്ടീൻ്റെ വീതിയും വലിപ്പം, നമുക്ക് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വീതിയും വലിപ്പം നമ്മളെ മനസ്സിലവിടെ ഇങ്ങനെ ഇതാവും. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും റോട്ടിൽ കൂടെ നമ്മളെ വണ്ടി പോകുമോ എന്നുള്ളത് നമുക്ക് ഡെയിലി അങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു മൈൻഡിൽ വരും, നമ്മളെ വണ്ടീൻ്റെ വീതി. അങ്ങനെ നമുക്കങ്ങനെ ഡെയിലി ഇരിക്കുമ്പോൾ അതും മനസ്സിലേക്ക് വരും. പിന്നെ മുന്നിക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്തെങ്ങാണ്ട് മെല്ലെ മുന്നിക്ക് ഇടും, ഒന്ന് ബാക്കൊക്കെ ഇടും. ആ എച്ച് തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എച്ച് തുടങ്ങി 3-4 ക്ലാസ് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പിന്നെ മെല്ലെ മുന്നിക്ക് ഇട്ടു, പിന്നെ ബാക്കൊക്കെ ഇടും, മുന്നിക്കിടും ബാക്കൊക്കെ ഒക്കെ മുറ്റത്ത് തന്നെ. പിന്നെ ഞങ്ങൾ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് താത്ത, ലൈസൻസ് ഉണ്ട്, ചോടിക്കാൻ കഴിയണില്ല എന്നുള്ളവർ ഇനി ആദ്യം പോയിങ്ങാണ്ട് വേഗം വണ്ടി കയറി കുത്തിർന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുങ്ങാണ്ട് പണി ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു 10 ക്ലാസ്സെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിന് ഒരു ക്ലാസ്സിന് ഇത്രയെന്നുള്ളൊരു കണക്കുണ്ട്. അത് ചില സ്കൂളിൽ 200 ചില സ്കൂളിൽ 300 ഇപ്പം എത്രയാണെന്ന് വെച്ചാൽ അറിയില്ല. ഞാനങ്ങനെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ലൈസൻസ് എടുത്ത് കുറേ കാലമായി ടച്ച് വിട്ടവർ വിളിച്ചിനല്ലോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്തോളൂ, ഡ്രൈവിംഗ് സ്കൂളിൽ ഒന്നും കൂടി പോയിട്ട് ഒരു 10 ക്ലാസ്സും കൂടി ഫീസ് കൊടുത്തുങ്ങാണ്ട് നിങ്ങൾ വേറെ കയറിക്കോളുണ്ട്, അങ്ങനെ ഓടിക്കാല ക്ലാസ്സിന് മാത്രമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടച്ച് ഏകദേശം വരും. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. അല്ലെങ്കിൽ പുതിയാപ്പിളക്കാരെയൊക്കെ ഒന്ന് അടി കിട്ടേണ്ട പരിപാടി നിൽക്കരുത്. കാരണം വണ്ടിക്ക് പണി വന്നാൽ തെണ്ടിപ്പണിയാണ്. അവിടെ ഒരതിയിട്ടും പിടിച്ചിട്ടും ഭയങ്കര പൈസ വരുന്ന പണിയാണ്. അപ്പോൾ കജിനതും വണ്ടി അവിടെ ഇവിടെയും കൊണ്ടുപോയി പിന്നെ പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട, സപ്പോർട്ട് കിട്ടൂല നിങ്ങൾക്ക്. പിന്നെ നമ്മളെ ഫാമിലി സപ്പോർട്ട്, പുതിയാപ്പിളിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമ്മളതിന് മെനക്കെട് തന്നെ ചെയ്യരുത്. ഓലെ വണ്ടി നമുക്ക് കജ്ജു വിട്ട് തരണം നമുക്ക് പഠിച്ചണമെങ്കിൽ, അല്ലാതെ അതിന് പുറപ്പെട്ടിട്ട് കാര്യമല്ല, ഓൽക്ക് ഇഷ്ടമല്ലാതെ. അപ്പോൾ ആർക്കെങ്കിലും മാപ്പിളാർക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അതിന് തൊടാൻ നിൽക്കരുത്. പിന്നെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് പഠിച്ചുമ്പോൾ തന്നെ ഒരു വണ്ടി തരണം.
പിന്നെ വണ്ടി റോട്ടിൽ ഇറക്കിയിട്ടും പാർക്കിംഗ് സ്ഥലത്തൊക്കെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. അതൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയണില്ല, നിങ്ങൾക്ക് ചെറിച്ചാൽ അവസരക്കാരം. അപ്പോൾ അതവിടെ കിടക്കട്ടെ. പിന്നെ ഞാൻ ഈ മുറ്റത്ത് കൂടി ഇട്ട് ഉരുട്ടണുണ്ടല്ലോ, അതിൽ തന്നെയാണ് ഞാൻ കണ്ണാടി നോക്കിങ്ങാണ്ട് തിരിച്ചണത് പഠിച്ചത്, അതേമാതിരി പാർക്കിങ് പഠിച്ചത്, പിന്നെ കയറ്റത്തുനിന്ന് എടുക്കാൻ പഠിച്ചത്. നമുക്ക് മെയിനായിട്ട് പഠിയേണ്ടത് കയറ്റത്തുനിന്ന് എടുക്കാനാണ്. വണ്ടി ഓഫാകാതെ കയറ്റത്തുനിന്ന് എടുക്കാൻ പഠിയണം. അതൊക്കെ ഈ മുറ്റത്ത് കൂടി ഇട്ടുങ്ങാണ്ട്, മുറ്റത്ത് ഒരു കയറ്റ സ്ഥലമുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയി കയറ്റി നിർത്തും. എന്നിട്ട് മെല്ലെ ക്ലച്ച് താങ്ങി ആക്സിലേറ്റർ കൊടുത്തുങ്ങാണ്ട് അവിടെ അങ്ങനെ എടുക്കും, ഇതാക്കും ചെയ്ത് മുറ്റത്ത് കൂടി ഞാൻ ഏകദേശം ഇട്ട് ഉരുട്ടി കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കേട്ടോ. നമ്മൾ കണ്ണാടി നോക്കിങ്ങാണ്ട് പാർക്കിങ്ങും, പിന്നെ കണ്ണാടി നോക്കിങ്ങാണ്ട് മുന്നും ബാക്കൊക്കെ നോക്കിങ്ങാണ്ടില്ല, അതൊക്കെ ഞാൻ ഇങ്ങനെ മുറ്റത്ത് കൂടി ഡെയിലി എടുത്തുങ്ങാണ്ടാണ് ഞാൻ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോയപ്പോഴാണ് ഷെഫീക്കിനെ റോട്ടിൽ കണ്ടത് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ വൈറലായ ഷെഫീക്കിനെ. അവനെ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഓനെ കാണാൻ നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പം അതിലെ പോയപ്പോൾ ഓനെ കാണുകയും ചെയ്തു. അപ്പോൾ വണ്ടി നിർത്തി ഓനെ കണ്ടതാ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോളി, അവനോട് വർത്താനം പറയണേ. കുഞ്ഞാവുണ്ടായില്ല ഓനെ കാണുക. ആ ഒരു കുട്ടി എന്നോട് നിങ്ങൾക്ക് അലച്ച് വേറെ 2 കുട്ടികളുണ്ട്. എന്തൊക്കെ എന്റെ അർത്ഥാനോ? മറ്റൊക്കെ നോമ്പുണ്ടോ? നോമ്പില്ല, ചൂടോട് മുറിച്ചോ തന്നെ. മറ്റെന്താ കുട്ടികളാവാ? ആൺകുട്ടികൾ തന്നെ. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം ആവുന്നുണ്ട്. പെരുന്നാളാ ഞാൻ തുറന്നു. തന്നെ ഇതിൽ തന്നെ സ്നേഹിൽ തന്നെ. ആ അവിടെ തന്നെയാണ് തന്നെ. അനുസരിച്ച് വന്നീനോ? ആ ഞാൻ എന്റെ വീഡിയോ ഒക്കെ കാണലുണ്ട് കേട്ടോ. നിങ്ങൾ നോമ്പറക്കാൻ പോയില്ലേ? ഇന്നലെ രണ്ടാമത്തെ നോമ്പ് എന്നാളും വന്നു നോക്കി തന്നെ. ഇവിടെ തന്നെ കൊടുത്തു. ആ ഇവിടെ ഉണ്ടല്ലേ. നിർത്തുള്ളൂ. ഞാൻ എന്നെ കണ്ടപ്പോളേ, ഞാൻ അതിലെ പോയപ്പോ എന്നെ കണ്ടപ്പോ നിർത്തിയതാ ഷാപ്പില്. അവിടെയാണല്ലേ ഞാൻ കാലം ഇങ്ങനെ കണ്ടപ്പോളേ. ഒക്കെ ആൺകുട്ടികളാ, പെൺകുട്ടികളൊന്നുമില്ല. പെൺകുട്ടികളില്ലല്ലേ? ഇവനാ വലുത്, ചെറുതാണ്. ഇവ ചെറുത്, ഇവനെ പെടാൻ മറ്റതൊക്കെ. ഇതിലെ പോണ്ടേ ഇപ്പൊ? അതിലെ ഓട്ടോറിക്ഷക്ക് എന്നിട്ട് അങ്ങനെ പോന്നു. ഓട്ടോറിക്ഷക്ക് ഞാൻ വീഡിയോ ദിവസം കാണും. ഞാനോ? ഞാൻ ലീലാത്താൻ അറിയില്ല. അതെന്റെ ആരാണ്? എന്റെ ആരും അല്ല, സ്കൂളില് ടീച്ചറാണ്. എന്റെ ആരും അല്ല. സ്നേഹിത സ്കൂൾ എവിടെയാണ് അപ്പൊ? ഈ റോട്ടിന് ഈ ചെറിയ റോട്ടിന് അതിലെ പോയിട്ടാ? അവിടെ തന്നെ എന്റെ പീടിയ. തന്നെ. ഇന്നത്തെ പീടിയിലില്ലത് ഇപ്പല്ല. ഇന്നാള് നോൻപറപ്പിച്ചതിന് മുട്ടായൊക്കെ കൊണ്ടു വെച്ചിട്ട് അതൊക്കെ എല്ലാരും തിന്നു. ഇനി കൊടന്ന് വെച്ചിട്ടാണ്. തന്നെ. ഇനി പെരുന്നാള് കഴിഞ്ഞാൽ കൊറന്ന് വെക്കാണ്. പെരുന്നാള് കഴിഞ്ഞാൽ പീടിയ തുറന്നു. ബാഗൊക്കെ എനിക്ക് ബാഗൊക്കെ തന്നീനല്ലോ മാജിത്. ഇതാക്കാണ്ടാ പറയുന്നത്. അവിടെ ആയിക്കോട്ടെ, ഞങ്ങൾ പോട്ടോ. ആയിക്കോട്ടെ, ശരി. ഞാൻ വരണ്ട് കേട്ടോ. നോൻപ് കജാനായില്ലേ? പെരുന്നാക്ക് എന്താ പരിപാടി? പെരുന്നാക്ക് ഞങ്ങള് ടൂറും ഉണ്ട്. മാജിത് എവിടേക്കാണ്? മഞ്ചേരി. മഞ്ചേരിയാ? ഡ്രസ് എടുത്തോ? എടുത്തോ? അവൻ കഴിഞ്ഞ ശനിയാഴ്ച എന്തൊക്കെ എടുത്തു? പേനും കുപ്പായം തന്നെ. എന്റെ കുടിയിൽ ആർക്കല്ലേ? എളാമ്മ. എളാമ്മ. ഇപ്പുണ്ട്. എവിടെ ഓഡിറ്റോറിയം ഉണ്ട് അറിയില്ല. ഇത് ഓഡിറ്റോറിയത്തിന്റെ അവിടെ നിൽക്കല് പറഞ്ഞ് അത് അവിടെ ആണല്ലേ? ഇതാണ് കല്യാണം. ആ, ഇതിന്റെ അവിടെ ആണല്ലേ? ഇതന്നെ കല്യാണം. കല്യാണം ഇല്ലാത്ത ആയിക്കോട്ടെ, ഞങ്ങൾ പോട്ടോ. സ്കൂളുണ്ട്.